ഗൈസ് നമ്മൾ കാച്ചിൽ കളിക്കാൻ പോകുന്ന പോക്കാണ് ഗൈസ്. ഇത് മുന്നിൽ നടക്കുന്നത് ഞങ്ങളുടെ അച്ചാച്ചനാണ് ഗൈസ്. ഇത് മാസമാണ് അച്ചാച്ചനാണ് ഞങ്ങൾക്ക് കാച്ചിൽ കളിച്ചു തരുന്നത്. ഹലോ ഫ്രണ്ട്സ്, സച്ചൂസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞായറാഴ്ചയായിട്ട് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ആലോചിച്ചപ്പോഴാണ് പറമ്പിലുള്ള നീലക്കാച്ചിലിനെ കുറിച്ച് ആലോചിച്ചത്. പിന്നെ ഒന്നും നോക്കിയില്ല, കുടുംബത്തോടെ തന്നെ പറമ്പിലേക്ക് ഇറങ്ങി. പറമ്പിലെ കൃഷിയെല്ലാം നോക്കി നടത്തുന്നത് അച്ഛൻ തന്നെയാണ്. വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം പച്ചക്കറികളെല്ലാം പറമ്പിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. രാവിലെ തന്നെ മഴയും തണുപ്പും കൂടിയൊരു കാലാവസ്ഥയാണ് ഇവിടെ. ഇനി നമുക്ക് അച്ചാച്ചൻ കാച്ചിൽ കിളച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. വലുതല്ലേ ചേച്ചാ? കിളക്കാറായി നിന്നായിരുന്നു അത്. വളരെ ശ്രദ്ധയോടെയാണ് മണ്ണ് മാറ്റി അച്ഛൻ ഇത് കളച്ചെടുക്കുന്നത്. ഇത് കണ്ടു നിൽക്കാൻ തന്നെ ഒരു രസമാണ്. എലിക്കുഞ്ഞല്ലേ? അയ്യോ, കാശി എലിക്കുഞ്ഞടാ. അതിന്റെ ഇടയ്ക്ക് ഒഴിവുണ്ട്, അനങ്ങുന്നുണ്ട്. വലിയ കുടിയിലെ ചൊറി മുറിഞ്ഞു. അതെന്തെടുക്കും അടി ഉണ്ടായിരുന്നോ? ഞങ്ങൾ കാച്ചിൽ കിളച്ചെടുക്കുമ്പോഴേക്കും അമ്മ അപ്പുറത്ത് നിന്നും കാന്താരി ചമ്മന്തിക്ക് ആവശ്യമുള്ള കാന്താരിയും പറിച്ചെടുത്തിരുന്നു. മീൻകറി ഉണ്ട് എങ്കിലും കാന്താരി ചമ്മന്തിയും കാച്ചിലും കോമ്പിനേഷൻ തന്നെയല്ലേ. കാച്ചിൽ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇത് നീല കളറിലുള്ള ഒരു കാച്ചിലാണ് ഫ്രണ്ട്സ്. നീല കാച്ചിലിനെ പർപ്പിൾ കാച്ചിൽ എന്നും വിളിക്കാറുണ്ട്. കാച്ചിലിൽ പൊതുവെ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കാനും രക്തക്കുഴലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കുന്നുണ്ട്. ഇതിനകത്ത് അമ്മ വീഡിയോ എടുത്തു. അമ്മേലി ഓടിക്കും ചാടി ചാടി കുഞ്ഞെലികൾ അവിടുത്തെ കുഞ്ഞിനെ അമ്മ ഇട്ടിട്ട് പോയേ.
ആ വലിയൊരു കഷ്ണം വരുന്നുണ്ട്. ഇളകി 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 ഇളകി. കാച്ചിൽ വരുന്നേ. അത് കൊള്ളാം. അത് കപ്പ പോകുന്ന കൂട്ട് വേറെ ഇറങ്ങി പോകുന്നതാ. ഓ സൂപ്പർ സൂപ്പർ സൂപ്പർ. മാറിക്കടാ. ജസിൻ്റെ അടുത്ത് അങ്ങോട്ട് വെക്കും. അയ്യോ താഴ്പോയി മുറിഞ്ഞു പോയി. മണ്ണ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. കേട്ടില്ല.